ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരവും എന്നാൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റുന്ന നല്ലൊരു ടൊമാറ്റോ സൈഡ് ഡിഷാണ്. നമുക്കിഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തി, പൂരി, ദോശ, ഇഡ്ഡലി അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ ഇത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓളും മറക്കാതെ ഒന്ന് പ്രസ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് പഴുത്ത 5 തക്കാളി എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാതെ നമ്മുടെ നാടൻ തക്കാളി എടുക്കരുത്. ആപ്പിൾ തക്കാളി ഉണ്ടല്ലോ, പുളിയില്ലാത്ത കുറച്ച് കുറഞ്ഞ പുളിയുള്ളത്, ആ ഒരു തക്കാളിയിൽ 5 തക്കാളി എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ആ ഹെഡൊക്കെ ഒന്ന് അരിഞ്ഞ് മാറ്റിയിട്ട് 2 ഭാഗമായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത്, ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ തക്കാളിയൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കുടം വെളുത്തുള്ളി അല്ലിയാണ്. അപ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി അല്ലി കൂടുതൽ ചേർക്കുന്നതാണ് കൂടുതൽ രുചികരം. അപ്പോൾ ഇതിലേക്ക് ഒരു 10 മുതൽ 12 വെളുത്തുള്ളി അല്ലി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ തക്കാളിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. ഇതിന് അടിഭാഗം നന്നായിട്ടൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളിതിപ്പോൾ ഇങ്ങനെ വേകാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് ലൈറ്റായിട്ടുള്ള ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് വരണം. അതുവരെ നമ്മൾ ഇതുപോലെ ഒന്ന് മൊരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയം നമുക്കിത് അടച്ചു വെക്കണം എന്നുള്ള ആവശ്യമില്ല. 2 മിനിറ്റിന് ശേഷം നമുക്കിനി ഈ തക്കാളിയുടെ പുറംതോടൊന്ന് മാറ്റാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്കിതുപോലെ ഇളക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. എന്നാൽ ഈ ഒരു രീതിക്ക് നമ്മുടെ ആ തക്കാളിയുടെ സ്കിന്നെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉടൻ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് സ്മാഷർ വെച്ചിട്ട് നല്ലതുപോലെ സ്മാഷ് ചെയ്ത് എടുക്കാം. ഇത് എന്തേലും വെച്ചിട്ടൊരു സ്പാച്ചില വെച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതിയാവും. ഈ ഒരു രീതിക്ക് നല്ലതുപോലെ ഞാനിതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണം നമുക്കൊന്ന് ഉടഞ്ഞ് കിട്ടാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയൊരു സവാള എടുത്തിട്ട് അത് ഇതുപോലെ പൊടിപൊടിയായിട്ടൊന്ന് അരിഞ്ഞിട്ട് ആ ഒരു സവാള ചേർത്ത് കൊടുക്കാം. വലിയ സവാള ആണെന്നുണ്ടെങ്കിൽ പകുതി അളവിൽ മതിയാവും. കൂടെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരല്പം മല്ലിയിലയും കൂടിയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇച്ചിരി എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ ഈ പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരല്പം പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസും കൂടി ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. ഇതിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്തൊന്നും നമ്മളിനി ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ തന്നെ ചെയ്ത് കാണിക്കുന്നതാണ്. നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഇതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും നല്ല സൂപ്പറായിട്ടുള്ള ഒരു ടൊമാറ്റോ സൈഡ് ഡിഷാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെ വളരെ എളുപ്പമല്ലേ നമുക്ക് തയ്യാറാക്കാനായിട്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര രുചികരമായിട്ടും എളുപ്പത്തിലാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.